എസ് കെ, ഞാൻ ഇപ്പോൾ വരുന്ന ഈ വിമർശനങ്ങളെ കാണുന്നത് ഈ ഒരു മരം അല്പം ചാഞ്ഞു എന്ന് തോന്നിയാൽ പിന്നെ അതിലേക്ക് ഓടിക്കയറാൻ വളരെ എളുപ്പമാണല്ലോ. ആ നിലയിലുള്ള വിമർശനമാണോ ഇപ്പോൾ എല്ലാ കോണുകളിൽ നിന്നും വരുന്നത് എന്നുള്ളതാണ്. അതായത് രണ്ട് വ്യക്തികളിലേക്ക് മാത്രമായി പരാജയത്തിന്റെ എല്ലാ പാപഭാരവും ഏൽപ്പിക്കാനുള്ള ശ്രമം. ഇപ്പോൾ പിണറായി വിജയൻ MLA സ്ഥാനം രാജിവെക്കണമെന്ന് ആവശ്യപ്പെടുന്ന അതേ ഏരിയ കമ്മിറ്റിയാണ് കുറച്ച് നാളുകൾക്ക് മുൻപ് കാരണഭൂതൻ പാട്ടെഴുതിയത്. എസ് കെ ഓർമ്മയുണ്ടായിരിക്കുമല്ലോ, പിണറായി വിജയനെ പ്രകീർത്തിച്ച് കാരണഭൂതൻ പാട്ടെഴുതിയത് ഇന്ന് അദ്ദേഹം രാജിവെക്കണമെന്ന് പറയുന്ന അതേ ഏരിയ കമ്മിറ്റിയാണ്. അപ്പോൾ ഇത്ര നാളുകൾക്കുള്ളിൽ അവർക്ക് ഈ ബോധോദയം എവിടുന്ന് ഉണ്ടായി എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് അറിയില്ല. അതാണ് ഞാൻ പറഞ്ഞത്, പരാജയത്തിന്റെ പാപഭാരം ഒന്നോ രണ്ടോ ആളുകളിലേക്ക് മാത്രമായി ചുരുക്കാനുള്ള ശ്രമമാണോ ഇവിടെ നടക്കുന്നത് എന്നതിനെ കുറിച്ച് വലിയ സംശയമുണ്ട്. ഇപ്പോൾ പിണറായി വിജയൻ പോയ കാലത്ത് എന്തായിരുന്നു, ഇപ്പോഴെന്തായിരുന്നു എന്നതിനൊക്കെ അപ്പുറം അതിൽ വേറൊരു പോയിന്റ് ഉള്ള എന്താണെന്ന് അറിയാമോ? അതായത് ഇപ്പോൾ അതിൽ MAVV പോലുള്ള സമ്പന്നരായ പാർട്ടി നേതാക്കന്മാരും പാർട്ടി മൊത്തമായിട്ടും ഉണ്ട്. അപ്പോൾ ഇതിൽ പാർട്ടിയുടെ തലപ്പത്തുള്ള രണ്ട് സഖാക്കള് വഴിതെറ്റി പോകുന്നുണ്ടെങ്കിൽ ഈ പാർട്ടി എന്ത് ചെയ്യായിരുന്നു? പാർട്ടി തിരുത്തണമായിരുന്നു. അപ്പൊ പാർട്ടി തിരുത്താതെ പോയ പാർട്ടിയും പാർട്ടി അംഗങ്ങളും പാർട്ടി പ്രവർത്തകരും അനുഭാവികളും അപ്പം അതിനുള്ള ഒരു സ്പേസ് കിട്ടിയില്ല എന്ന് പറയുന്ന സഹാക്കളുണ്ട്. സഹാക്കള് സ്പേസ് കിട്ടാതെ പോകുന്നതാണോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സൗന്ദര്യം? ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്. ഈ തിരുത്തേണ്ട ആളുകൾ തന്നെ, അതായത് ഞാൻ അതുകൊണ്ടാണ് ആ ഉദാഹരണ സഹിതം പറയുന്നത്. അന്ന് കാരണഭൂതൻ പാട്ട് എഴുതിയ ആളുകളാണ്. എത്ര നാളായിട്ടുണ്ട് ആ പാട്ടിന് ശേഷം? അതാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ആ ആളുകൾ ഈ ചുരുങ്ങിയ കാലയളവ് കൊണ്ട് അവർക്ക് തിരിച്ചറിവ് എവിടെ നിന്നുണ്ടായി എന്നുള്ളതാണ്. അത് തെരഞ്ഞെടുപ്പ് തോൽവി മാത്രമാണോ തിരിച്ചറിവിന്റെ കാരണം എന്നുള്ളതാണ്. ഇനി വീണ്ടും ഒരു ടേമിൽ കൂടി അധികാരത്തിൽ വന്നു എന്നിരിക്കട്ടെ, അപ്പോൾ ഈ പറയുന്ന നിലയിൽ പിണറായി വിജയന്റെ ശൈലിയെക്കുറിച്ച്, MV ഗോവിന്ദന്റെ പത്രസമ്മേളനത്തിന്റെ ശൈലിയെക്കുറിച്ചൊക്കെ ഇങ്ങനെ വിമർശനം ഉയരുമായിരുന്നോ എന്നതിൽ എനിക്ക് സംശയമുണ്ട്. സ്വാഭാവികമായും ആ സംശയമുണ്ട്. ഇനി പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു വ്യക്തി, അദ്ദേഹം പോയ കാലത്ത് എന്താണ് ഇപ്പോഴെന്താണ് എന്നതിനൊക്കെ അപ്പുറം ഈ സാഹചര്യത്തിൽ പ്രത്യേകിച്ച് വെസ്കേൻ മറ്റെന്തോ ആയിരുന്നു എന്നുള്ളത് വരുത്തി തീർക്കാനുള്ള ശ്രമം കൂടി നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അതിന് മുൻപിന് ഉദാഹരണങ്ങൾ പറയാം. ഇപ്പോൾ ഏറ്റവും പ്രധാനം, ഈ സർക്കാർ അധികാരത്തിൽ വന്ന സമയത്ത് VD സതീശൻ എന്ന മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ എസ്കോർട്ടുമായി ബന്ധപ്പെട്ട് അത് പരമാവധി ഒഴിവാക്കാൻ ഒരു തീരുമാനമെടുക്കുമ്പോൾ അത് പിണറായി വിജയനുമായി താരതമ്യം ചെയ്ത് വളരെ തെറ്റായ ഒരു നറേറ്റീവ് അവിടെ ഉണ്ടാക്കുന്നു. പിണറായി വിജയൻ അധികാരത്തിൽ വന്ന ഘട്ടത്തിലും അദ്ദേഹവും അതേ ആവശ്യം മുന്നോട്ട് വെച്ചതാണ്. അന്നത് വലിയ വാർത്തയായിട്ടുണ്ട്. പക്ഷെ എന്തുകൊണ്ടത് അങ്ങനെയല്ലാതെ പോയി? അത് തീരുമാനിക്കുന്നത് മുഖ്യമന്ത്രിയല്ല, അത് VD സതീശനുമല്ല, പിണറായി വിജയനുമല്ല. അപ്പോൾ അത്തരം ഒരുപാട് കാരണങ്ങൾ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് എത്ര എസ്കോർട്ട് വേണം എന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ തീരുമാനമെടുക്കാൻ. രണ്ട്, കഴിഞ്ഞ ദിവസം പിണറായി വിജയൻ റെയിൽവേ സ്റ്റേഷനിൽ ഇരിക്കുന്ന ഒരു ഫോട്ടോ, അതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന വലിയ നിലയിലുള്ള പ്രചാരണം. പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് ഈ പൊതുഗതാഗതം അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനൊന്നും ഇരുന്നിട്ടില്ലെന്നാണോ ഇക്കൂട്ടർ കരുതുന്നത്? അതുമല്ല. അപ്പോൾ ഞാൻ പറയുന്നത് എസ്കേൻ, തിരുത്തേണ്ട ആളുകൾ അന്ന് ഇതിനൊക്കെ വാഴ്ത്തുപാട്ട് പാടി. അപ്പോൾ അവരെ നയിക്കാനുള്ള ലീഡറായി അവർ പിണറായി വിജയനെ കണ്ടു. രണ്ടാം ടേമിലും തുടർഭരണം കിട്ടാൻ കാരണം പിണറായി വിജയനാണെന്ന് അവർ വിശ്വസിച്ചു. അത് മൂന്നാം ടേമിലും ഉണ്ടാകുമെന്ന് അവർ പ്രതീക്ഷിച്ചു. അത് ഉണ്ടാകാതിരുന്നപ്പോൾ ഈ പാപഭാരം മുഴുവൻ അവിടേക്ക് വരുന്നു. ഇതെല്ലാ നിലയിലും വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട് സ്കേൻ, അതിലൊരു തർക്കവുമില്ല. ഇനിയിപ്പോൾ തിരുത്തലിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ടല്ലോ, ഞാൻ ആലോചിക്കുന്നത് ഇപ്പോഴത്തെ തിരുത്തൽ എങ്ങനെ 5 വർഷത്തിന് ശേഷം പ്രതിഫലിക്കും എന്നതിനെ കുറിച്ചാണ്. തിരുത്തലിനെ കുറിച്ച് എല്ലാ കമ്മിറ്റികളിലും അത് താഴെ കീഴ്ഘടകം മുതൽ മുകളിൽ വരെ ഉയരുന്നു എന്ന് നമ്മൾ കേൾക്കുന്നു. പക്ഷെ അപ്പോഴും പ്രധാനം സംസ്ഥാന തലത്തിന് മുകളിലേക്ക് ഈ വിമർശനം വരുന്നുമില്ല, കീഴ്ഘടകങ്ങളിൽ മാത്രമാണ്. സംസ്ഥാന തലത്തിൽ പിണറായി വിജയനെതിരെയോ MV ഗോവിന്ദനെതിരെയോ ആരും ഇങ്ങനെ വിമർശനം ഉന്നയിച്ചതെന്ന് നമ്മൾ കാണുന്നുമില്ല. ആദ്യഘട്ടത്തിൽ വന്ന ആ വാർത്ത അങ്ങനെയല്ല. ഞാനൊന്ന് പറയട്ടെ രശ്മി, ആദ്യഘട്ടത്തിൽ വന്ന ആ വാർത്ത ഉണ്ടായിരുന്നല്ലോ, അതായത് പിണറായി വിജയനെതിരെ സംസ്ഥാന തലത്തിൽ തന്നെ വിമർശനം ഉയർന്നു, MV ഗോവിന്ദനെതിരെ വിമർശനം ഉയർന്നു എന്ന് പറയുന്ന വാർത്ത പിന്നീട് അങ്ങനെ ഉണ്ടായിട്ടില്ല എന്ന് CPM ഔദ്യോഗികമായി വിശദീകരിക്കുന്നു. അവരുടെ പേജിലൂടെ അങ്ങനെ ഓരോ നേതാക്കളുടെയും പേരെടുത്ത് വിമർശനം ഉന്നയിച്ചിട്ടില്ല എന്ന് അവർ വിശദീകരിക്കുന്നു. അതിന്റെ ആവശ്യം എന്താണ്? അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ആ നിലയിൽ തന്നെ അതിനെ കാണാമല്ലോ. ഇനി മറ്റൊരു കാര്യം, ഇപ്പോൾ ഈ തിരുത്തൽ വരുത്തുന്നത് എന്തിനാണ് എസ്കേൻ? ഇപ്പോൾ പാർട്ടി ശക്തിപ്പെടണം, അതൊക്കെ ശരിയാണ്. അവർ ആ നിലയിൽ സംഘടനാപരമായി തിരിച്ചു വരാനായി ഉദ്ദേശിക്കുന്നുണ്ട്, വീഴ്ചകൾ പറ്റിയതൊക്കെ പരിഹരിക്കാനും ഉദ്ദേശിക്കുന്നുണ്ട്. ഈ പരിഹാരത്തിനപ്പുറം അടുത്ത 5 വർഷം വീണ്ടും പാർലമെന്ററി ജനാധിപത്യത്തിലേക്ക് ഇറങ്ങാൻ അവർ ശ്രമിക്കും എന്നതിൽ തർക്കമില്ലല്ലോ. പാർട്ടി സംഘടന ഒരു ഘട്ടത്തിൽ ഒരു സ്ഥലത്ത് നിൽക്കുമ്പോൾ തന്നെ അതേ സംഘടനാ സംവിധാനം ഉപയോഗിച്ചാണല്ലോ വീണ്ടും ഇവർ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നത്. അപ്പോൾ ആ തെരഞ്ഞെടുപ്പിൽ എന്താണ് ഇനി ഇടതുപക്ഷം മുന്നോട്ട് വയ്ക്കാൻ പോകുന്ന ബദൽ എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമല്ലേ. ഇന്ന് ഈ ആക്ഷേപങ്ങളൊക്കെ കേൾക്കുന്ന പാർട്ടി നേതാക്കൾ തന്നെ ആക്ഷേപിക്കുന്ന PB അടക്കം പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് നിന്ന് പിണറായി വിജയൻ മാറി നിൽക്കണമെന്ന് ആവശ്യമുയർന്നു എന്ന് കേൾക്കുന്നു. അതേ പിണറായി വിജയനാണ് ഇവിടെ പ്രതിപക്ഷത്തെ നയിക്കുന്നത്. മറുഭാഗത്തുള്ളത് ആരാണെന്നുള്ളത് നമുക്കറിയാം, അവിടെ ആരൊക്കെ ഉണ്ട് എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ ഇനി പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന ഒരു പ്രതിപക്ഷം അടുത്ത 5ാമത്തെ വർഷം വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ ആരെയാണ് അവരവിടെ ഉയർത്തിക്കാട്ടാൻ ശ്രമിക്കുന്നത്? പിണറായി വിജയൻ ഇപ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ പ്രായം നമുക്കറിയാം, പ്രായവുമായി ബന്ധപ്പെട്ട എല്ലാ ബുദ്ധിമുട്ടുകളും അദ്ദേഹം നേരിടുന്നുണ്ട്, അതും നമുക്കറിയാം. അപ്പോൾ അടുത്ത ജനറേഷൻ വരേണ്ട സമയം അവിടെ ആയിരിക്കുന്നു. അത് സംഘടനാ തലത്തിലും അതെ, പാർലമെന്ററി തലത്തിലും അതെ. പക്ഷേ പാർലമെന്ററി രംഗത്ത് അത് ഉണ്ടായില്ല എന്നുള്ളത് നമ്മൾ കാണുന്നു. ഇനി
പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് പിണറായി വിജയനെ നിർത്തിക്കൊണ്ട് മറ്റേതെങ്കിലും ഒക്കെ നേതാക്കൾ കുറച്ചുകൂടി ആക്റ്റീവായി ഇടപെടുന്ന ഒരു നിലയുണ്ടാകുമോ എന്നത് വേണമെങ്കിൽ സംശയിക്കാം. ഇപ്പോൾ കഴിഞ്ഞ കാലത്ത്, അതായത് LDF സർക്കാരിന്റെ അവസാന സമയങ്ങളിൽ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി നിൽക്കുമ്പോൾ തന്നെ ആ സഭയിൽ അതിഗംഭീര പെർഫോമൻസ് കാഴ്ചവെച്ച രണ്ടുപേർ MV രാജേഷും P രാജീവുമാണ്. അവർ രണ്ടുപേരും വളരെ മികച്ച പെർഫോമൻസ് ആയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇത്തവണ ഒരുപക്ഷേ പ്രതിപക്ഷത്താണെങ്കിൽ ഇവരുടെയൊക്കെ പേരുകൾ നമ്മൾ ആദ്യഘട്ടത്തിൽ കേൾക്കുകയും ചെയ്തിരുന്നു. പക്ഷെ അതും ഉണ്ടായില്ല. അപ്പോൾ ആ നിലയിൽ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റിയുള്ള എത്ര ആളുകൾ ആ 35-ൽ ഉണ്ട് എന്നതും നമുക്ക് സംശയമാണ്. അപ്പോൾ അവിടെ നിന്നുകൊണ്ടാണ് ഒരു പ്രതിപക്ഷ നേതാവിന്റെ ഉത്തരവാദിത്തം എന്നാണ് ആ 5 വർഷം ക്രിയാത്മകമായി പ്രതിപക്ഷമായി ഇരിക്കുക എന്നതിനൊപ്പം തന്നെ അടുത്ത 5ാമത്തെ വർഷത്തെ തെരഞ്ഞെടുപ്പിൽ ആ മുന്നണിയെ, ആ പാർട്ടി, ആ പ്രസ്ഥാനത്തെ നയിക്കുക എന്നതുകൂടിയാണ്. അതിനി അദ്ദേഹത്തിന് എത്ര കണ്ട് സാധിക്കുമെന്നത് നമുക്കറിയില്ല. അപ്പോൾ ഇനി ഏത് തലത്തിൽ വെച്ചാണ് പുതിയൊരു ലീഡർഷിപ്പിലേക്ക് ഇത് മാറുക എന്നതിനെ കുറിച്ച് അറിയില്ല. ഇപ്പോൾ KK ശൈലജയെ പോലെ ഒരാൾ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ, സഭയിൽ ഉണ്ടായിരുന്നെങ്കിൽ കാര്യങ്ങൾ അല്പം കൂടി വ്യക്തമായേനെ, അല്ലെങ്കിൽ എളുപ്പമായേനെ എന്ന് എനിക്ക് തോന്നുന്നു. അവിടെയും പലതരത്തിലുള്ള ആക്ഷേപങ്ങൾ അക്കാര്യത്തിലും ഉയരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വിമർശനങ്ങൾ ഉണ്ടാകുന്നു, തിരുത്തലിനെ കുറിച്ച് പറയുന്നു. പക്ഷേ ഈ തിരുത്തൽ എങ്ങനെ പ്രായോഗികമാകുമെന്നതിൽ സ്കേൻ എനിക്കിപ്പോഴും സംശയമുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.